പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 8 മുതൽ 15 വരെ. അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഉദ്ധിതനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. 2025 ഏപ്രിൽ മാസം 20 ഈസ്റ്റർ ഞായറാഴ്ച. പ്രത്യാശയുടെ ഈ വർഷത്തിലെ പ്രത്യാശയോടുകൂടി ഉദ്ധിതനായ ദിവ്യകാരുണ്യനാഥനായ ഈശോയോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ ഈശോ നൽകുന്ന സമാധാനവും ഈശോ നൽകുന്ന സമൃദ്ധിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധിതനോടൊപ്പമുള്ള ഇനിയുള്ള യാത്ര സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യാത്ര. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഉദ്ധിതനായ ഈശോയെ പ്രത്യാശയുടെ ഈ വർഷത്തിൽ കണ്ടെത്തി ഓടുന്ന, ദുഃഖത്തോടും ഭാരത്തോടും കൂടി ഓടുന്ന, അതിലുപരി സന്തോഷത്തോടു കൂടി ഓടി വരുന്ന ശിഷ്യഗണം. ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരാഴ്ച, ഈ ഉയർപ്പിൻ്റെ അഷ്ടദിനങ്ങൾ, ഉയർപ്പ് ദിനത്തിൽ സംഭവിച്ചത് തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നതിന്. ഈ ദിനത്തിൽ ഈശോ വന്നിട്ട് ഇവരോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഭയപ്പെടേണ്ട. ദൈവം കൂടെയുള്ളവന് ഭയമില്ല. ഉദ്ധിതനായ ഈശോ, മരണത്തെപ്പോലും അതിജീവിച്ച ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയം വേണ്ട, ആകുലതകൾ വേണ്ട, നിരാശകൾ വേണ്ട, തെറ്റിദ്ധാരണകൾ വേണ്ട. കാരണം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ആശ്വാസ രംഗമാണ് നമ്മൾ കാണുക. ഇന്നും യഹൂദരുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു ചരിത്രം ഇവിടെ വളച്ചൊടിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ചരിത്രം വളച്ചൊടിക്കപ്പെടുകയാണ്. ശരിക്കും നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസം തന്നെ നൽകുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ വേണമെങ്കിൽ പറയാം. കാരണം ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ചൊക്കെ എന്തുമാത്രം കള്ളക്കഥകൾ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെ ആണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോരുത്തർ പറഞ്ഞു വെക്കുക. ഒരുപക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവൻ നല്ലവനായിരുന്നു, അവൾ നല്ലവനായിരുന്നു, ഒരുപാട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ എന്തുമാത്രം കള്ളക്കഥകൾ പ്രചാരത്തിലുള്ളവരാണ്. അങ്ങനെയുള്ള നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് ഈ രാത്രി ധ്യാനിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈശോയെക്കുറിച്ച് ഒരു കള്ളക്കഥ പ്രചരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോഴും ഈശോയെക്കുറിച്ച് ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അവൻ കള്ളനായിരുന്നു, ചുങ്കക്കാരോട്, പാപികളോടൊപ്പം പാപം ചെയ്ത് നടക്കുന്നവനായിരുന്നു, ഭോജനപ്രിയനായിരുന്നു, മദ്യപാനിയായിരുന്നു, പിശാച് ബാധിതനായിരുന്നു, ആരെയും വകവെക്കാത്ത, അധികാരികളെ
ബഹുമാനിക്കാത്ത, നിയമങ്ങളെ വളച്ചൊടിക്കുന്ന, അല്ലെങ്കിൽ നിയമങ്ങളെ അതിലംഘിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ദൈവത്തെപ്പോലും നിഷേധിക്കുന്നവൻ, ദൈവദൂഷണം പറഞ്ഞു നടക്കുന്നവൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴുണ്ടെങ്കിൽ തീവ്രവാദി എന്നുപോലും പറഞ്ഞു വെക്കുമ്പോൾ അതിലുപരി വീണ്ടും ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ പുതിയ കള്ളക്കഥകൾ അതിന്നും പ്രചാരത്തിലിരിക്കുക. നമുക്ക് ഈശോയോടൊപ്പം ഈ രാത്രിയിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ, ആശ്വാസത്തോടെ ഈശോ നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം സംഭവിച്ചാലും അതിനും മുകളിൽ സംഭവിച്ചവനാണ് എന്നെ. ആ ഉദ്ധിതനായ ഈശോയോട് കൂടെയാണ് നമ്മൾ ഈ യാത്ര. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകളും ഈ ഉദ്ധിതനായ ഈശോയിലേക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കള്ളക്കഥകൾ, കള്ളപ്രചരണങ്ങൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളിൽ, സൗഹൃദങ്ങളിൽ, കൂട്ടായ്മകളിലൊക്കെ കടന്നു വന്നിരിക്കുന്ന ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളുണ്ടെങ്കിൽ ഈശോയോടൊപ്പം ഈ ദിനത്തിൽ, ഈസ്റ്റർ ദിനത്തിൽ, സന്തോഷത്തിൻ്റെ ദിനത്തിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ചും പ്രാർത്ഥിക്കാം. ദൈവം ശക്തി തരട്ടെ, ദൈവം കൃപകൾ വർഷിക്കട്ടെ. ഉദ്ധിതനായ ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ഞങ്ങളെ പ്രകാശിപ്പിക്കണം, ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും വിചാരങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കണം. അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കും സങ്കീർത്തകനോടൊപ്പം നമ്മുടെ ഈശോയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, യു ഹാവ് റിഡീംഡ് us, ലോർഡ് ഗോഡ് ഓഫ് ട്രൂത്ത്. ഈശോയെ അങ്ങേ കരങ്ങളിൽ ഞങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഒരു പെസഹക്കാലം നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. ഉദ്ധിതനായ ഈശോ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ധാരാളമായി അനുഗ്രഹങ്ങളുമായി കടന്നു വരട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.